കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? എന്തായാലും പിണറായി വിജയൻ ആകരുതേ എന്നാണ് പലരും ആഗ്രഹിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതേസമയം ഒരേ സമയം വിരൽ ചൂണ്ടുന്നത് മറ്റൊരു നേതാവിലേക്കാണ്. എന്തായാലും കേരളത്തിൽ LDF നേരിട്ട കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുന്നണിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രതിഷേധം ഇപ്പോൾ ലാവ പോലെ പുറത്തേക്ക് വരികയാണ്. ഇത്രയും കാലം ജനങ്ങളെ പുച്ഛിച്ചും ധാർഷ്ട്യം കാണിച്ചും ഭരിച്ചവർക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പ്രഹരം ഏൽക്കുകയാണിപ്പോൾ. കേരള രാഷ്ട്രീയത്തിൽ അസാധാരണമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഇരട്ടച്ചങ്കനെന്നും അച്ചടക്കമുള്ള പാർട്ടിയെന്നും വീരവാദം മുഴക്കിയവർക്കിടയിൽ ഇപ്പോൾ പടലപ്പിണക്കങ്ങൾ തെരുവിലേക്ക് എത്തുകയാണ്. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI പരസ്യമായി വിമർശനങ്ങൾ ഉയർത്തുന്നു. മറുവശത്ത് CPM എന്ന പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ സ്വന്തം നേതാക്കൾ തന്നെ തിരിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇടതുകോട്ട തകർന്നടിയുകയാണോ? എന്താണ് CPM എന്ന മുന്നണിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ മുന്നണിയുടെ തകർച്ചയുടെ തുടക്കമാണോ? രണ്ടില ചിഹ്നത്തിലേറ്റ വാട്ടത്തിന് കാരണം പ്രധാന സഖ്യകക്ഷിയായ CPMന്റെ ചതിയാണെന്ന് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തുന്നു. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നതിൽ CPM പൂർണ്ണമായും പരാജയപ്പെട്ടതാണ് ഈ കനത്ത പരാജയത്തിന് വഴിതെളിച്ചതെന്ന് മാണി ഗ്രൂപ്പ് കുറ്റപ്പെടുത്തുമ്പോൾ CPM എന്ന പാർട്ടിയുടെ ഭാവി ഇനി എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് CPIയുടെ പടയൊരുക്കത്തെക്കുറിച്ചാണ്. എന്താണ് CPIയുടെ നിലപാട്? പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കടുത്ത രീതിയിലുള്ള വിമർശനമാണ് പാർട്ടിക്കിപ്പോൾ CPMനെ കുറിച്ചുള്ളത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ച കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. മുന്നണിയിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാടില്ല, എല്ലാ കക്ഷികൾക്കും തുല്യ പരിഗണന വേണം. ഈ വാക്കുകൾ ആരെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമല്ലേ? അതായത് ഇനി CPMന്റെ വല്യേട്ടൻ മനോഭാവമുണ്ടല്ലോ, അത് നടപ്പിലാകില്ല എന്ന്. കാരണം ഇപ്പോൾ ഈ മനോഭാവത്തിനെതിരെയാണ് ബിനോയ് വിശ്വം അടക്കമുള്ളവർ വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണമെന്ന ആവശ്യം കേവലമൊരു പദവി മോഹമായി കാണാൻ സാധിക്കില്ല. അത് യഥാർത്ഥത്തിൽ മുന്നണിക്കുള്ളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധിപത്യം തിരിച്ചുപിടിക്കാനുള്ള CPIയുടെ നീക്കമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം CPMന്റെ ധാർഷ്ട്യമാണെന്ന് CPI തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ തിരസ്കരിച്ച ഒരു ഭരണശൈലിയെ ഇനി താങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്ന കൃത്യമായ സൂചനയാണിത്. പരോക്ഷമായ വിമർശനമാണെങ്കിലും അത് കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇനി CPMന്റെ ഉള്ളിൽ നടക്കുന്നത് നോക്കൂ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഉയർന്നത് അസാധാരണമായ വിമർശനങ്ങളാണ്. പാർട്ടിയിൽ സ്വജനപക്ഷപാതം വളരുന്നു എന്നതാണ് ഏറ്റവും വലിയ പരാതി. ഒരു പ്രത്യേക സംഘത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ കാറ്റിൽ പറത്തുന്നു എന്ന് സ്വന്തം നേതാക്കൾ തന്നെ പറയുമ്പോൾ പിണറായി ഭരണത്തിന്റെ തകർച്ച പൂർണ്ണമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണ് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയതെന്ന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. തിരുത്തൽ നടപടികൾ വെറും പ്രസംഗങ്ങളിൽ മാത്രമാണെന്നും പ്രായോഗികമായി ഒന്നും നടക്കുന്നില്ലെന്നും നേതാക്കൾ തുറന്നടിച്ചു. പിണറായി വിജയൻ എന്ന ബിംബം പാർട്ടിക്കുള്ളിൽ തന്നെ ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണിത്. സാധാരണക്കാരുടെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്നവർ എങ്ങനെയാണ് അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ മയങ്ങിപ്പോയതെന്ന കോൺഗ്രസിന്റെ നിരന്തരമായ ആരോപണം ഇന്ന് CPM നേതാക്കൾ തന്നെ ശരിവെക്കുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം സെക്രട്ടേറിയറ്റിൽ ഉയർന്നു എന്നത് ചെറിയൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ പ്രഹരം ചെറുക്കാൻ ഗോവിന്ദന് സാധിച്ചില്ല. ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിലും അണികളെ ആവേശം കൊള്ളിക്കുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടു. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വെള്ളപൂശുക മാത്രമായിരുന്നു പാർട്ടിയുടെ ജോലിയെന്ന അണികൾക്കിടയിൽ തന്നെ സംസാരമുണ്ട്. പുതിയൊരു നേതൃത്വം വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ പിണറായി ഗോവിന്ദൻ അച്ചുതണ്ടിന്റെ തകർച്ചയാണ്
നാം കാണുന്നത്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തെയും ജനകീയ വിഷയങ്ങളെയും നേരിടാൻ ഈ പഴയ ശൈലി കൊണ്ട് കഴിയില്ലെന്ന ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നു. അതുമാത്രമല്ലെന്ന്, CPMന്റെ വോട്ടുകൾ കൃത്യമായി തങ്ങളിലേക്ക് എത്തിയില്ല എന്നതാണ് മാണി ഗ്രൂപ്പ് കരുതുന്നത്. താഴെത്തട്ടിൽ CPM പ്രവർത്തകർ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്നും ഇത് ബോധപൂർവമായ ഒരു നീക്കമാണെന്നും അവർ വിലയിരുത്തുന്നു. ഒരു മുന്നണി സംവിധാനത്തിൽ പാലിക്കേണ്ട അടിസ്ഥാനപരമായ സഹകരണം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു പ്രധാന പരാതി. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കുന്നതിലോ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലോ CPM പൂർണ്ണമായും പരാജയപ്പെട്ടു. മുന്നണിയിലെ വലിയ കക്ഷി എന്ന നിലയിൽ CPM എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മറ്റ് കക്ഷികളെ അവഗണിക്കുന്നതിന് തുല്യമാണെന്ന് ജോസ് കെ മാണി വിഭാഗം വിശ്വസിക്കുന്നു. ജനങ്ങളുടെ ഇടയിലുള്ള അതൃപ്തി മനസ്സിലാക്കാൻ CPMന് സാധിച്ചില്ലെന്നും കേരള കോൺഗ്രസ് എം കുറ്റപ്പെടുത്തുന്നു. സർക്കാരിനെതിരെയുള്ള ജനവികാരം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ CPM നേതൃത്വം പരാജയപ്പെട്ടു. ഈ പരാജയം കേരള കോൺഗ്രസിനെ കൂടി ബാധിച്ചു എന്നതാണ് അവരുടെ ആശങ്ക. എന്തായാലും ഈ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ മുന്നണിയിൽ തുടരുന്നത് സംബന്ധിച്ചും ഭാവിയിലെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചും പാർട്ടി ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വൈകി വന്ന വിവേകം അല്ലാതെ എന്തു പറയാൻ. എന്തായാലും CPM തങ്ങളുടെ ശൈലി മാറ്റിയില്ലെങ്കിൽ അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന കർശനമായ മുന്നറിയിപ്പാണ് ജോസ് കെ മാണി നൽകുന്നത്. ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഉണ്ടായ പരാജയത്തിന് ഉത്തരവാദി CPMന്റെ വീഴ്ചകളാണെന്നും തങ്ങൾ ബലിയാടാവുകയായിരുന്നുവെന്നുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ഇതാ വരും ദിവസങ്ങളിൽ LDFനുള്ളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചേക്കാം. ചുരുക്കത്തിൽ ഐക്യം പ്രസംഗിക്കുകയും അസ്വാരസ്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിയായി LDF മാറിയിരിക്കുന്നു. CPIയും CPMും തമ്മിലുള്ള ഈ തുടൽ കലഹം വികസനത്തിന്റെ ചക്രങ്ങൾക്കാണ് വിലങ്ങിടുന്നത്. ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞ ആ ജനാധിപത്യമില്ലായ്മ ഒരു മുന്നറിയിപ്പാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ജനരോഷം കാണാതെ പോയവർക്ക് കാലം കരുതി വെച്ച തിരിച്ചടിയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടിയത്. മുങ്ങിയ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ആർക്കും കഴിയില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.